നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത് ജാനകി എന്ന കാമുകിയുടെ വിരഹവേദനയിൽ കാമുകനായ ജയറാം അതേ പുകയിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്തു. ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ അങ്ങനെയാണെന്നേ. കാമുകി സൂയിസൈഡ് ചെയ്താ പിന്നെ കാമുകൻ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? നോ, നാച്ചുറൽ. അവള് പോയ വഴിയെ അവനും അങ്ങ് പോകും ക്രിസ്റ്റേ. നമുക്ക് പോകാം, പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവന് പോകാനുള്ള വഴി ഒരുക്കണ്ടേ നമുക്ക്? വണ്ടി എടുക്ക്. ഓക്കേ. അമ്മൂമ്മ എന്താ വൈകിയത്? ഞാൻ വൈകില്ലല്ലോ, കറക്റ്റ് സമയത്ത് തന്നെ വന്നത്. മഴ എവിടെ? ഞാനൊന്നും മഴയെ കണ്ടില്ല. വാ നമുക്ക് പോവാം. കണ്ടില്ല? മഴ വിളിച്ചോണ്ട് പോയോ? വിളിച്ചോണ്ടൊന്നും പോയില്ല. അവളെ MK മാസ്റ്ററെ ചെസ് പഠിപ്പിക്കുക. എങ്കി പിന്നെ മോനും കൂടി മഴയുടെ കൂടെ അവിടെ ഇരിക്കായിരുന്നില്ലേ? എന്നെ അച്ഛൻ പഠിപ്പിച്ചോളും. അമ്മൂമ്മ വന്നേ, എനിക്ക് വിശന്നിട്ട് വയ്യ. വാ പോവാ. എടാ മോനെ, മഴയെ കൂടെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് പോവാം നമുക്ക്. മഴ ആരെങ്കിലും വന്ന് വിളിച്ചോണ്ട് പോക്കോളും. അമ്മ ഒന്ന് വന്നേ. നിനക്കെന്താടാ പറ്റിയത്? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? എനിക്കൊരു പിണക്കവും ഇല്ല. എനിക്ക് വിശക്കുന്നു. അമ്മ വാ ഇങ്ങോട്ട്. ദേ, മഴയുടെ അച്ഛമ്മ വന്നു. ഇനി നമുക്ക് ഒന്നിച്ചിറങ്ങാം. എനിക്ക് വിശന്നു വയ്യ. വാ. അല്ല, ആദിമോൻ എന്തു പറ്റി? പിണക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ. അവന് വിശക്കുന്നു പറഞ്ഞ് ബഹളം വെക്കുക. മഴ കൂടി വന്നിട്ട് പോവാന്ന് പറഞ്ഞപ്പോ കേക്കണ്ടേ? അല്ല, മഴ എവിടെ പോയി മോനെ? മഴയെ PT മാഷ് ചെസ് പഠിപ്പിക്കുക. വാ അമ്മേ, നമുക്ക് പോവാം. വിശക്കുന്ന എനിക്ക്. എങ്കി പിന്നെ ഇന്ദുമതി മോനെയും കൊണ്ട് പൊയ്ക്കോ. ഞാൻ പോയി മഴയെ വിളിച്ചോണ്ട് വരാം. മോനെ, മഴ എവിടെ ഇരിക്കുന്നതെന്ന് അച്ഛമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. അവന് വിശക്കുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ പൊയ്ക്കോ, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. വാ അമ്മേ, പോവാ. ആ ശരി, ഞങ്ങള് പോവാ. ടീച്ചറെ, മഴമോളെ MK സാറ് എവിടെ ഇരുത്തിയ ചെസ് പഠിപ്പിക്കുന്നേ? ആഹാ, മോളിങ് വന്നില്ലേ? അമ്മ ഇവിടെ നിക്ക്, ഞാൻ പോയി മഴയെ വിളിച്ചോണ്ട് വരാം. അപ്പോ ഇന്ന് ഇത്രയും പഠിച്ചാ മതി. എല്ലാം കൂടി പഠിച്ചാലേ ഈ കുഞ്ഞു തലയിൽ കേറില്ല. കുഞ്ഞു തലയൊന്നുമല്ല, എനിക്ക് നല്ല ബുദ്ധിയാ. ആഹാ, എനിക്ക് നല്ല ബുദ്ധിയാണെന്ന് ആരാ പറഞ്ഞ? എന്റെ അച്ഛമ്മ പറഞ്ഞല്ലോ എനിക്ക് എന്റെ അമ്മയുടെ ബുദ്ധിയാണെന്ന്. മാസ്റ്ററെ, നമുക്ക് നാളെയും പഠിക്കണം കേട്ടോ. ഇന്ന് പഠിച്ചതെല്ലാം ഞാൻ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാം. വീട്ടിൽ ചെന്ന് ചെസ് ബോർഡ് എടുത്തോണ്ടിരുന്നാലേ അമ്മ നല്ല അടി തരും. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കൂടി പഠിക്കണം കേട്ടോ. അതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴേ ഞാൻ അങ്ങ് പഠിക്കില്ലേ? ഈസി അല്ലേ? ഈ പറഞ്ഞത് നേരാ. ഷീസ് എക്സ്ട്രാ ഓർഡിനറി. വല്ലാത്ത ബ്രില്യൻസിയാ. നല്ല ക്യാച്ചിങ് പവറും ഉണ്ട്. അതെനിക്കും ഫീൽ ചെയ്തു. എത്ര പെട്ടെന്നാ മൂമെന്റ്സ് ഒക്കെ പഠിക്കുന്നേ. മോളെ, അച്ഛമ്മ വിളിക്കുന്നു, വേഗം ചെല്ല്. അയ്യോ, ഇന്ന് ലേറ്റായ ഈശ്വരമ്മ എന്നെ കൊല്ലും. അച്ഛമ്മ, അച്ഛമ്മേ, ഒരുപാട് നേരമായി വന്നിട്ട്. പിന്നല്ലാതെ
എത്ര നേരമായി കാത്തു നിൽക്കുന്ന അറിയോ? ഓ പിന്നെ കള്ളം പറയല്ലേ അച്ഛമ്മ. സത്യം. അപ്പോഴല്ലേ ആദ്യം പറഞ്ഞത് മോളെ അവിടെ മാസ്റ്റർ ചെസ് പഠിപ്പിക്കുകയാണെന്ന്. എങ്കി പിന്നെ അച്ഛമ്മയ്ക്ക് അങ്ങോട്ട് വന്നൂടെ? എന്റെ MK മാസ്റ്ററിനെ കാണായിരുന്നല്ലോ. അയ്യോ, അത് ശരിയായിരുന്നല്ലോ മോളെ. ആ ടീച്ചറാ പറഞ്ഞത് മോളെ ടീച്ചർ വന്ന് വിളിച്ചോളാന്ന്. എങ്കി ഒരു കാര്യം ചെയ് അച്ഛമ്മ, ഇപ്പൊ വാ, നമുക്ക് പോയി മാസ്റ്ററിനെ കണ്ടിട്ട് വരാം. ഇനിയിപ്പൊ നാളെ ആവട്ടെ മോളെ. ഇനി നമ്മള് മാസ്റ്ററുടെ പുറകെ പോവണ്ട. കൊഴപ്പൊന്നുമില്ല അച്ഛമ്മ, മാസ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. അച്ഛമ്മ വന്നേ, വാ വാ ഇവിടെ. പിടിച്ചു വലിക്കല്ലേ, ഞാൻ വരാ. വാ. അച്ഛമ്മ, ദേ MK മാസ്റ്റർ. മാസ്റ്റർ കണ്ടോ? ഇല്ല. എവിടെ മോളെ? അയ്യോ, ദേ കാറിൽ കയറി. ഞാൻ പോയി വിളിക്കട്ടെ? ആ, ആ, MK മാസ്റ്റർ, 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 മാസ്റ്റർ. അയ്യോ, മാസ്റ്റർ പോയി കളഞ്ഞല്ലോ. മാസ്റ്റർ പോയി അച്ഛമ്മ. മോളെ മോളെ വാ വാ, നമുക്ക് പോവാം കേട്ടോ. എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതെവിടെ പോയേക്കുക? പോയി വിളിച്ചാ മതിയായിരുന്നു. അതങ്ങനെ ആ കളക്ടർ മേഡത്തെ പേടിച്ച് അങ്ങോട്ട് ചെല്ലാനും പറ്റില്ലല്ലോ. അവരുടെ മുന്നിൽ എങ്ങാനും ചെന്നുവിട്ടാൽ അതും പ്രശ്നമാവും. ഒന്ന് വിളിച്ചു നോക്കാം. പുറത്തേക്ക് പോവാൻ വയ്യാണ്ടായി. എന്തൊരു ചൂടാലതേത്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. തൊട്ടു പിറകെ നീയും എത്തി. ആ ദേ, ഇത് കഴിച്ചേ. ഇപ്പൊ വന്ന് കേറിയ ആള് ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്? അത് പിന്നെ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ. എങ്കിൽ ഞാൻ കിച്ചണിലൊന്ന് പോയി നോക്കട്ടെ. ഏയ് വേണ്ട വേണ്ട വേണ്ട, കിച്ചണിലൊന്നും പോയി നോക്കണ്ട. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയതല്ല. എന്തിനാ ഏട്ടാ ഇങ്ങനെ പാടുപെട്ട് കള്ളം പറയാൻ നോക്കുന്നത്? ഏട്ടന് പറഞ്ഞിട്ടുള്ള പണിയല്ല അത്. ആ അതൊക്കെ വിട്. നീ ഇതൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കഴിക്കുന്നതൊക്കെ പിന്നെ കഴിക്കാം. എനിക്ക് അതിനു മുൻപ് വേറൊരു കാര്യം അറിയണം. എന്ത് കാര്യം? ഏട്ടനിത് എന്താ പറ്റിയത്? വല്ലാത്തൊരു മാറ്റം കാണുന്നുണ്ട് ഞാൻ. എന്ത് മാറ്റം? പിന്നെ എനിക്ക് ഒരു മാറ്റവും ഇല്ല. എന്നെ വിളിക്കാനായിട്ട് ഓഫീസിലേക്ക് വരണ്ടാന്ന് പറഞ്ഞാൽ പോലും സ്കൂട്ടർ എടുത്ത് വിളിക്കാൻ വരുന്ന ആളായിരുന്നു ഏട്ടൻ.